ആ കാലത്ത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ റോട്ടിൽ കൂടി നമ്മളാണ്ട് പോകുമ്പോൾ പെട്ടെന്ന് ഒരൊറ്റ ചാട്ടാണ് അരിച്ചാലിക്ക്. ഇപ്പോൾ ഈ സ്കൂള് ഈ വിദ്യാഭ്യാസം എങ്ങനെ മുടങ്ങിയത്? അവിടെ ചെന്ന് ഇയാളെ ലെറ്റർ കണ്ടപ്പോൾ പിന്നെ ഞങ്ങളെ തടി മണ്ണൊന്നും നോക്കിയില്ല, പട്ടാളത്തിലെടുത്തു. അപ്പം അതിൽ ഒരടി കിട്ടിയതാണ് ആ കാലത്ത്. ഇതാ ഇവിടെ ഇത് ഇപ്പോഴും ആ പാടുണ്ട്. അപ്പം നമ്മുടെ ഇന്ന് പാർട്ടിയിൽ വളരെ സജീവമായി ഇപ്പോഴും പ്രവർത്തിക്കുന്ന പ്രാഞ്ചെന്ന സഹാക്കളിൽ ഒരാളാണ്. ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ് SF ചേർന്നത്. അന്നത്തെ മലപ്പുറം പ്രദേശത്തെ സാമ്പത്തിക, സാമുദായിക, രാഷ്ട്രീയ സ്ഥിതി ഒന്ന് ഓർക്കാമോ? ഞാൻ ഒരു 9 വയസ്സ് 10 വയസ്സ് പ്രായത്തിൽ നമ്മളെ വീട്ടിൽ നമ്മളൊരു ഇടത്തരം കുടുംബത്തിലാണ് ജനിച്ചത്. ഈ നാളികേരം പറിക്കാൻ വരുന്ന ഒരു ആളുണ്ട്, മക്കളും. അപ്പോൾ അക്കാലത്ത് അയാൾക്കൊരു 60 വയസ്സിൻ്റെ വീതമുണ്ടാവും. അപ്പോൾ ഞാനെന്തോ ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളെന്ന് വിളിച്ചു അയാളെ. അപ്പോൾ അപ്പുറത്ത് ബാപ്പൻ്റെ ഉമ്മ, വല്യമ്മ ഇത് കേട്ടു, ഒന്നും മിണ്ടിയില്ല. പിന്നെ കുഞ്ഞിക്കോലു എന്നാ എൻ്റെ പേര്. കുഞ്ഞിക്കോല് പോയതിൻ്റെ ശേഷം എന്നെ റൂമിലേക്ക് വിളിച്ചു. എന്ത് കുഞ്ഞിക്കോലിനോട് സംസാരിച്ചത്? അപ്പോൾ ഞാൻ ഇങ്ങനെ പിന്നെ സംസാരിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിക്കാൻ പാടില്ല, ഹിന്ദുക്കളെ മുസ്ലിമീങ്ങൾക്ക് നിങ്ങളെന്ന് വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അതിൻ്റെ അർത്ഥമൊന്നും അത്രത്തോളം ഇതായില്ല. അപ്പോൾ ഈ വല്യമ്മാൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇവൻ നാളികേരം പറിക്കാൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 9 മണിയോട് കൂടിയിട്ട് അവന് ചായയും എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കും. 11 മണിക്കൊരു കഞ്ഞി കൊടുക്കും. സാധാരണ ചെയ്യാത്തതാണ്. അത്രയധികം സ്നേഹമാണ് അവനോട്. അപ്പോൾ അത് ഞാൻ സൂചിപ്പിച്ചത് അക്കാലത്തുള്ള ഒരു സ്ഥിതി അതാണ്. മുസ്ലിമീങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് മുസ്ലിമീങ്ങൾ മാത്രമാണ് ഈ സ്വർഗത്തിൻ്റെ അവകാശി, മറ്റുള്ളവരൊക്കെ നരകത്തിൽ പോകേണ്ടവരാണ്. പിന്നെ അപ്പോൾ അതാണ് അവർക്കൊരു മേന്മ. അത് ആ കാലത്ത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ റോട്ടിൽ കൂടി നമ്മളാണ്ട് പോകുമ്പോൾ പെട്ടെന്ന് ഒരൊറ്റ ചാട്ടാണ് അരിച്ചാലിക്കും. അത് മുസ്ലിങ്ങൾ പോകുമ്പോഴും ഏത് പാവപ്പെട്ട മുസ്ലിമിനെ കണ്ടാലും അതാണ് സ്ഥിതി. അത് പ്രായത്തിൻ്റെതല്ല, സാമ്പത്തിക ഇതല്ല, സമുദായത്തിൻ്റെ. അങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ആദിവാസി കുട്ടിയെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്, ആദിവാസിയല്ല, ഈ പട്ടികജാതിയിൽപ്പെട്ട ഒരാൾ, ആ ഹോട്ടൽ ചായക്കട ഒരു പിന്നെ ഈഴവൻ്റേതാണ്. ഇവന് ഒരു പകൽ 12 മണി സമയത്താണ് ഇവൻ ചെല്ലുന്നത് ഹോട്ടലിൽ. ഒരൊറ്റ കുട്ടി അവിടെ ഇല്ല, ഈ ഉടമയും ഇവനും മാത്രമേ ഉള്ളൂ. സാധാരണ ഹരിജനങ്ങൾക്ക് ചായക്ക് വരില്ല. അഥവാ വല്ലവരും വന്നാൽ ഈ പുറത്ത് വളപ്പിൽ നിൽക്കും. ചായ ശരിയാക്കിയിട്ട് അവിടെ പിന്നെ ബെഞ്ചിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവന്നെടുത്ത് അവിടെ പോയിട്ട് കുടിക്കും. കുടിച്ച് കഴുകിയിട്ട് പാത്രം അവിടെ വെക്കും. ഇതാണ് അന്നത്തെ ഇത്. അപ്പോൾ ആരുമില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ ബെഞ്ചിലിരുന്നു. ചായ കൂടി പൂർത്തിയാവുന്നതിൻ്റെ മുമ്പായിട്ട് ആളുകൾ വന്നത് കണ്ടു. ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ അവിടെ ഇല്ല. ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ ആളുകളെല്ലാം കൂടിയിട്ടുണ്ട്, ഒരു ബഹളമാണ്. അവൻ്റെ സംഗതി ഇവൻ അരിച്ചാലിൽ അടിച്ച് കിടക്കുകയാണ്, അടി കിട്ടിയിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ അന്ന് നമുക്കെതിരായിട്ടുള്ളവർ 100 എണ്ണമാണ്, നമ്മൾ 2 ആണ്. അങ്ങനെയാണ് അന്നത്തെ ശതമാനക്കണക്ക്.
അപ്പോൾ 4-5 ചെറുപ്പക്കാർ നമ്മളെ കൂട്ടത്തിൽ അവിടെ ഈ ബഹളം കേട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളവനെ താങ്ങി പിടിച്ച് കൊണ്ടുപോയി നാട്ടുവൈദ്യന്മാരെ അന്നുള്ളൂ, അവരെ കൊണ്ടുപോയി അവിടെ മരുന്നും കാര്യമൊക്കെ വാങ്ങി പിന്നെ വീട്ടിൽ കൊണ്ടാക്കി. അപ്പോൾ നമുക്കൊരു വാശി, അങ്ങനെ 6 മാസം അവൻ്റെ പിന്നാലെ നടന്നു. നമുക്ക് വീണ്ടും കയറ്റാൻ സംഘടിതമായിട്ടൊരു കയറ്റത്തിന്. അപ്പോൾ അവൻ പിന്നെ കൂട്ടാക്കിയില്ല. അവസാനം ഏതാണ്ട് ഒരു പകുതി സമ്മതമായി. അപ്പോൾ നമ്മളൊരു 5-8 ആളുകൾ, ഇവരും കൂട്ടി 9 ആളുകൾ ചായക്കടി കയറി. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആളുകൾ നിൽക്കുന്നുണ്ട് ഇതിനെതിരായിട്ടുള്ളവർ. പക്ഷേ അപ്പോൾ 5-8 എണ്ണം നമ്മളുണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ 9 ചായക്ക് അത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഇവരിങ്ങനെ ഇങ്ങനെ വന്ന ഹോട്ടലിൽ കയറി ഇവനടിച്ചപ്പോൾ നമ്മളൊരു സഖാവ് അവനെ പിന്നിൽ നിന്ന് പിന്നെ അടിച്ചു. പിന്നെ അതൊക്കെ ഒരുക്കത്തോടു കൂടിയാണ് നമ്മളും പോയത്. അങ്ങനെ ഏതാണ്ട് ഒരു 3/4 മണിക്കൂർ നേരം അടിപിടി അങ്ങോട്ടും ഇങ്ങോട്ടും. നമുക്കാണ് അധികം പരിക്ക് പറ്റിയത്, കാരണം അവർ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ ഈ അക്കാലത്ത് ഈ സോമിയല്ലൊന്നുമില്ലല്ലേ, ഇങ്ങനെ ഈർച്ച മരം ഈരുന്ന കാലം. അതിൻ്റെ തെറ്റുണ്ട്. ഈ പീടിയിൽ വിറകിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നു അതെടുത്തിട്ടാണ് ഒരടിക്കുന്നത്. പിന്നെ നമ്മളെ ആളുകളുടെ കയ്യിലുണ്ട് വടിയൊക്കെ ആയിട്ട്. പിന്നെ ആ കടയിൽ തന്നെ കൊണ്ടുപോയിട്ട് വടി വെച്ചിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ അതിൽ ഒരടി കിട്ടിയതാണ് ആ കാലത്ത്. ഇതാ ഇവിടെ ഇത് ഈ എല്ലുണ്ട്. എല്ല് 6 മാസം പിന്നെ വീട്ടിൽ നിന്ന്. എത്രാം ക്ലാസ്സിലായിരുന്നു പഠിച്ചിരുന്നത് അന്ന്? ഞാൻ പിന്നെ ഫസ്റ്റ് ഫോമിൽ മലപ്പുറത്ത്. ഫസ്റ്റ് ഫോം 6. അപ്പോൾ ഒരു അടിക്കുള്ള തടി ഉണ്ടായിരുന്നോ? അല്ല, അന്ന് പിന്നെ തടിയല്ല, അത് അക്കാലത്തുള്ള തടിയേക്കാൾ ഒരു ആവേശത്തിൻ്റെ കാലമാണ്. അതാണ്, അതല്ല ആരോഗ്യത്തിൻ്റെ പ്രശ്നമല്ല. ആരോഗ്യം ഞാൻ എന്നും ഈ മട്ട തന്നെ. കാല് എല്ല് പൊട്ടി, എല്ലിൻ്റെ ചെത്തിപ്പോയ മാതിരി. 6 മാസത്തിന് ജീവിതത്തിൽ ഇങ്ങനൊരു വേദന സഹിച്ചിട്ടുള്ള കാലമില്ല. അപ്പം ഇത് പാർട്ടിയായിട്ടൊന്നും ബന്ധപ്പെട്ടല്ല, നമ്മുടെ നമ്മൾ ഇത് അല്ല. പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പാർട്ടി, ഇത് രണ്ടാമത് നമ്മൾ പിന്നെ ചായ പിടിക്കാൻ പോകുന്നതൊക്കെ പാർട്ടി അറിയും. പാർട്ടിയിൽ പറഞ്ഞിട്ടില്ല, പാർട്ടി അനുഭാവിയാണ് ഞാനന്ന്. പിന്നെ അനുഭാവി എന്ന് പറഞ്ഞാൽ ഈ സംഭവം നടക്കുന്നതിൻ്റെ ഒരു 3 മാസം മുമ്പാണ് SF മെമ്പർഷിപ്പ് എടുത്തത്. അത് കഴിഞ്ഞ് ബ്രണ്ണൻ കോളേജിൽ കോഴിക്കോട് നമ്മൾ അഡ്വക്കേറ്റ് കുഞ്ഞിരാം പൊതുവാളാണ് അതിൻ്റെ പ്രസിഡൻറ്റ് മലബാർ മേഖലയിൽ. അപ്പോൾ അതാണ് അന്നത്തെ ഇത്. ആദ്യമായിട്ട് ഒരു പങ്കെടുക്കുന്ന ഒരു പാർട്ടിയുടെ ചടങ്ങ് പാർട്ടിയുടെ ചടങ്ങ് ആദ്യമായിട്ട് പങ്കെടുക്കുന്നത് 46-ൽ മദിരാശി നിയമസഭയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പുണ്ടായി. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് അതിൻ്റെ രാഷ്ട്രീയ പാർട്ടികൾ അതിനെ സംബന്ധിച്ചൊന്നും യാതൊരു എത്തുമ്പടി നമുക്കില്ല. മൈക്ക് അന്ന് പിന്നെ കേട്ടിട്ടേ ഉള്ളൂ, മെഗാഫോൺ. ഇത് അതിൻ്റെ ശബ്ദം സ്കൂള് വിടാൻ സമയത്ത് തന്നെ അതിൻ്റെ ശബ്ദം, അതിൻ്റെ തൊട്ടാണ് ഈ പിന്നെ ഇത് മാപ്പിള മൈതാനി എന്ന് പറഞ്ഞിട്ട് വയൽ കൊയ്തിട്ട് അവിടെ വെച്ചിട്ടാണ് യോഗം. അപ്പോൾ അത് പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഈ മൈക്ക് കാണാനും വേണ്ടിയിട്ട് പോയി. അവിടെ ചെന്ന് പലവിധ പാട്ടുകളുണ്ട്. പാട്ട് രസമായിട്ടൊക്കെ ഈ പാർട്ടി ഒക്കെ. അങ്ങനെ യോഗ ആരംഭിച്ചു. PC ജോഷിയാണ് യോഗം ഉദ്ഘാടനം ചെയ്തത്. EMS, ഇസ്ഹാക്ക്, കണ്ണൻ, ഈ 3 പേരാണ് സ്ഥാനാർത്ഥികൾ. ഇസ്ഹാക്ക് EMS പൊതുമണ്ഡലത്തിൽ, ഇസ്ഹാക്ക് മുസ്ലിം ഇത്, മറ്റേത് പട്ടികജാതി. അപ്പോൾ PC ജോഷി ഇംഗ്ലീഷിൽ പ്രസംഗിച്ചു. അത് നമുക്ക് വിളികിട്ടിയില്ല. EMS സംസാരിച്ച ഒരു വാക്ക് പോലും മനസ്സിലായില്ല. ഒറ്റ വാക്ക് എന്ന് പറഞ്ഞാൽ വിക്കേ ഉള്ളൂ അന്ന്.
അതിനുശേഷം മുഹമ്മദ് ഇസാഖും EP ഗോപാലനും പ്രസംഗിച്ചു. ഇസാഖ് ഈ മലബാർ ലഹളകാലത്ത് പിന്നെ കലാപകാരികൾ തല വെട്ടി എടുത്തിട്ടുള്ള ചേക്കുട്ടി അധികാരിയുടെ തല വെട്ടിയെന്ന്. അയാൾ ബ്രിട്ടീഷ് ഏജൻ്റായിരുന്നു. അയാളുടെ പേരക്കുട്ടിയാണ് ഇസാഖ്. അലിഗർ യൂണിവേഴ്സിറ്റിയിലെ ചാൻസലറുടെ പിന്നെ പ്രൈവറ്റ് സെക്രട്ടറി. അയാൾ അവിടുന്ന് കമ്മ്യൂണിസ്റ്റായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഈ ഇസഹാക്കുമായിട്ട് പിന്നീട് ബന്ധം പുലർത്തി. ഇസഹാക്ക് നല്ല സരസമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരാളായിരുന്നു. പിന്നെ അയാൾ അക്കാലത്തെ, ഇപ്പോൾ എല്ലാവരും അങ്ങനെയാണ്, അയാൾ കോട്ടും പാൻറ്റും ഇട്ടിട്ടാണ് നടക്കുക. അത് തന്നെ ഒരു അത്ഭുതമായിരുന്നു ആ കാലത്ത്. മലപ്പുറത്ത് അത് 46-ലാണ്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. 3 EMSന് കഷ്ടിച്ച് കെട്ടിവെച്ച പണം കിട്ടി. ബാക്കി 2 കെട്ടിവെച്ച പണം പോയി തോറ്റു തുന്നം പാടി. അതാണ് 46. അന്ന് മലപ്പുറം ജില്ലയിൽ, ഇന്നത്തെ മലപ്പുറം ജില്ലയിൽ 100% മുസ്ലിമീങ്ങൾ ഈ ലീഗിൻ്റെ കൂടെയാണ്. ഇന്നത്തെ ലീഗല്ല, അന്നത്തെ ലീഗ്. അതിന് മതപരമായിട്ടുള്ള പിന്നെ ഇസ്ലാം മതത്തെക്കാളും ഒരു പടി പിന്നെ കൂടുതൽ പിന്നെ ബഹുമാനത്തോടു കൂടി ലീഗിനെ കണ്ടിരുന്ന മുസ്ലിമീങ്ങളാണ്. അത് വേറെ സാമ്പത്തിക താല്പര്യമല്ല. അന്നത്തെ ഒരു പ്രസംഗം സീതി സാഹിബിൻ്റെ ഒക്കെ പിന്നെ കൊടുങ്ങല്ലൂരുള്ള മുസ്ലിം ലീഗിൻ്റെ നേതാവ്, അയാൾ അന്ന് മലബാറിലുള്ള മുസ്ലിം ലീഗിൻ്റെ പിന്നെ പ്രവർത്തനത്തിൻ്റെ നേതാവായിരുന്നു. അയാളും സത്താർ സേട്ടു. അയാൾ കോട്ടപ്പടി വിഭജനത്തോടുള്ളവരുടെ നിലപാടെന്തായിരുന്നു? ഇന്ത്യ വിഭജനത്തോട് അതാണ് പറയുന്നത്. അയാൾ അന്ന് ഒരു കോട്ടപ്പടി മൈതാനിയിൽ ഒരു പകുതിയോളം ആളുകൾ പങ്കെടുത്തിട്ടുള്ള യോഗം, അന്നത്തെ ഇതിൽ അത് ഒരു ലോക സംഭവമാണ്. അതിലെ വെച്ച് അയാൾ പറഞ്ഞു, ഇന്ത്യക്ക് ഏത് യോഗം ഉണ്ടെങ്കിലും അത് കേൾക്കാൻ പോകും അക്കാലത്ത്. ലീഗ്, കോൺഗ്രസ്, മജ്ലിസ്, കമ്മ്യൂണിസ്റ്റ്, ഇങ്ങനെ 2-3 കൂട്ടരേ ഉള്ളൂ. അപ്പോൾ ഇയാളുടെ പ്രസംഗമാണ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന പക്ഷം, കിട്ടണം എന്നുള്ള യാതൊരു നിർബന്ധം അവർക്കില്ല, കിട്ടുന്ന പക്ഷം ഇന്ത്യ രാജ്യത്തെ ഹിന്ദുക്കളുടെ ഭരണമാണ് വരിക, കോൺഗ്രസിൻ്റെ അല്ല, ഹിന്ദുക്കളുടെ ഭരണത്തിൽ മുസ്ലിമീങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ അയാൾ മുസ്ലിമീങ്ങൾ മുണ്ട് വലത്തോട്ടെടുക്കും, അല്ല ഇടത്തോട്ട്, ഹിന്ദുക്കൾ മുണ്ട് വലത്തോട്ട് എടുക്കും. ഹിന്ദുക്കൾക്ക് ചാണകം പിന്നെ പുണ്യമാണ്, മുസ്ലിമീങ്ങൾക്ക് ചാണകം നജസാണ്. എന്നുവെച്ചാൽ ഇതാണ്. ഈ 2 സമുദായം ഒരു രാജ്യത്ത് എങ്ങനെയാണ് ഒരുമിച്ച് ജീവിക്കുക? സാധ്യമല്ല. അതുകൊണ്ട് പാകിസ്ഥാൻ കിട്ടിയേ തീരും. ഇതാണ് അതിൻ്റെ. അപ്പോൾ അബ്ദുറഹ്മാൻ സാഹിബില്ലേ, അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ കോൺഗ്രസിലുള്ള മുസ്ലിം നേതാക്കന്മാരുണ്ടല്ലോ, അവരെങ്ങനെയാണ് ഇതിനെ നേരിട്ടിരുന്നത്? കോൺഗ്രസ്സിലുള്ള മുസ്ലിം നേതാക്കന്മാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്ദുറഹ്മാൻ സാഹിബ്, മൊയ്തു മൗലവി, പാലാട്ട് കുഞ്ഞിക്കോയ, PP ഉമ്മർ കോയ, ഇവരൊക്കെയാണ് ഇത്. ഒരു യോഗമെങ്കിലും മര്യാദക്ക് ആരംഭിച്ച് അവസാനിപ്പിച്ചിട്ടില്ല അവർ. എന്ത് പറ്റും? കൂക്കി ആർത്തിട്ട് അങ്ങോട്ട് വിടും. അതാണ് മൈക്ക്. ഒക്കെ ഇടയ്ക്ക് വലിയ മീറ്റിങ്ങിന് മൈക്കുണ്ടാവും. മുസ്ലിം ലീഗിൻ്റെ കയ്യിലൊരു മൈക്ക് ഉണ്ട്. അവർ ഒരു വണ്ടിയിൽ അത് കെട്ടിയിട്ട് വന്നിട്ട് മറ്റവരെ യോഗത്തിൻ്റെ നേരെ മുമ്പിൽ അവിടെ നിൽക്കും. ഉറക്കെ പിന്നെ ശബ്ദത്തിൽ ഒരു പ്രസംഗിക്കും, അല്ലെങ്കിൽ മുദ്രാവാക്യം വിളിക്കും. പോലീസൊന്നും ഇടപെടില്ല. അങ്ങനെ യോഗം അവസാനിപ്പിച്ചു പോവുകയല്ലാതെ ഒരൊറ്റ യോഗം പൂർത്തീകരിച്ചിട്ടില്ല സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ. കിട്ടിക്കഴിഞ്ഞതിന് ശേഷം സ്ഥിതി മാറി. അല്ല, ഇപ്പോൾ ഈ അബ്ദുറഹ്മാൻ സാഹിബൊക്കെ പ്രസംഗിക്കുമ്പോൾ മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ, കോൺഗ്രസ്സുകാരും വരണ്ട. അതെ, ഞാൻ പറയാം. അവിടേക്കാണ് വരുന്നത്. കോൺഗ്രസ് മുസ്ലിമീങ്ങൾ അന്ന് അവർക്ക് ഒരു പ്രത്യേക പാർട്ടിയുണ്ട്, മുസ്ലിം മജ്ലിസ്. കോൺഗ്രസിൻ്റെ ഉള്ളിലുള്ള മുസ്ലിമീങ്ങൾ, അതിൻ്റെ നേതാവ് കൂടിയാണ് അബ്ദുറഹ്മാൻ സാഹിബ്. ഈ അബ്ദുറഹ്മാൻ സാഹിബ് ഈ പറയുന്ന ഘട്ടത്തിൽ തന്നെ ഒരു മീറ്റിംഗ് മലപ്പുറത്ത്
കൂടുന്നു. അവിടെ ഒരു സത്രമുണ്ട്. ആ സത്രത്തിൻ്റെ വരാന്തിയിൽ ഒരു ബെഞ്ച്, അതിമൊക്കെ കാലിങ്ങനെ എടുത്ത് വെച്ച് ഒരു കാലിൽ നിലത്ത് ചവിട്ടിയിട്ടാണ് അയാളെ പ്രസംഗം. അപ്പോൾ അയാളാണ് എന്താണെന്നൊന്നും നമുക്കറിയില്ല. സ്കൂൾ വിട്ട് വരുന്ന വഴിക്കാണത്, കോട്ടപ്പടി, മലപ്പുറം കോട്ടപ്പടിയിൽ. അപ്പോൾ അവിടെ ഇവിടെ എത്തുന്ന സമയത്ത് വലിയ കൂക്കി ആർത്തിട്ട് വലിയ ബഹളം കാണുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ പച്ച മത്സ്യത്തിൻ്റെ 5 കൊട്ട അല്ല, അത് അവർ മത്സ്യത്തിന് പോകുന്ന സമയത്ത് മത്സ്യം കൊണ്ടുവന്ന ഏതോ സമയത്താണ്, മത്സ്യമില്ല അതിൽ. ആ കൊട്ട മുന്നിൽ വെച്ചിട്ട് ഇവർ 5 ആൾ അത് ലീഗുകാർ ഏർപ്പാട് ചെയ്തിട്ട് വിട്ടതാണ്. ഇയാൾ പ്രസംഗം തുടങ്ങിയാലാണ് കൂവി തളർന്നാൽ ഇവർ നിർത്തിയാൽ അയാൾ പ്രസംഗം തുടങ്ങും. അയാൾ പ്രസംഗം തുടങ്ങിയെന്ന് കണ്ട് അവർ വീണ്ടും. കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇതിങ്ങനെ കേട്ട് രസമായിട്ടാണ്, നമുക്ക് മറ്റേ ഭാഗമൊന്നും അന്ന് അറിയില്ല, ഇയാൾ ആരാണ് എന്നുള്ളതും അറിയില്ല. അപ്പോൾ പലരോടും ചോദിച്ചു, അവർക്കാർക്കും അറിയില്ല. ഒരാൾ പറഞ്ഞു അതാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പ്രമാണി, മലപ്പുറത്തുള്ളൊരു പ്രമാണി ഇങ്ങോട്ട് വന്നിട്ട്, എടാ നായിൻ്റെ മക്കളെ, എത്ര നേരം ഉണ്ടടാ നിങ്ങൾ ഈ ബഹളം വെക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പോയാൽ പോരെ, അയാളെ പ്രസംഗം കേൾക്കണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇവർ കൊട്ടിയെടുത്തിട്ട് പോയി. അപ്പോൾ അയാളൊരു പ്രമാണിയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അതിന് ശേഷം ഇയാൾ പ്രസംഗിച്ചു. ആ പ്രസംഗവും സീതി സാഹിബിൻ്റെ പ്രസംഗം പോലെ ഓർമ്മിക്കുന്ന ഒരു പ്രസംഗമാണ്. അയാൾ പറഞ്ഞു, ഇന്ത്യ ഒന്നിച്ച് നിൽക്കുന്നതാണ് എല്ലാവർക്കും രക്ഷ, പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾക്ക്. ഇന്ത്യ വിഭജിക്കപ്പെട്ട് പാകിസ്ഥാൻ രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ കെടുതി അനുഭവിക്കേണ്ടി വരിക മുസ്ലിമീങ്ങൾക്കാണ്. പാകിസ്ഥാൻ പ്രദേശത്തിൽ നിർബന്ധമാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ പ്രദേശത്തുള്ള മുസ്ലിമീങ്ങൾ പാകിസ്ഥാൻ ആവശ്യപ്പെട്ടോട്ടെ, ഇവിടെ നിന്നുള്ള ആളുകൾ അതിൽ പങ്കാളികളാകുന്നത് ശരിയല്ല. കാരണം ഒരൊറ്റ കുട്ടിക്കും അങ്ങോട്ട് പോകാൻ പറ്റില്ല. എന്നിട്ട് അയാൾ അവസാനം പറഞ്ഞു, പാകിസ്ഥാൻ വിഭജിച്ച് പാകിസ്ഥാനും ഹിന്ദുസ്ഥാനുമായി മാറിയാൽ 2ാം തരം പൗരന്മാരെ പോലെ ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിമുകൾ ജീവിക്കേണ്ടി വരും. അതിലൊരു ഭേദഗതി ഇപ്പോൾ കൂട്ടിച്ചേർക്കാനുള്ളത് 4ാം തരമാണ്. അപ്പോൾ 2ാം തരത്തിൽ നിന്ന് വിട്ടു എന്നർത്ഥം. അതാണ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ പ്രസംഗം. മറ്റേത് സീതി സാഹിബിൻ്റെ പ്രസംഗം. ഈ വടക്കേ ഇന്ത്യയിലൊക്കെ അതാണ് സ്ഥിതി. വടക്കേ ഇന്ത്യയിലെന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ, ഇവിടെ വടക്കേ ഇന്ത്യയിൽ അന്ന് ധാരാളം സംഭവങ്ങളുണ്ടായി. അതിലേറിയ കൂറും മുസ്ലിമീങ്ങളാണ് കൊല ചെയ്യപ്പെട്ടത്, കുറച്ച് ഹിന്ദുക്കളും. പാകിസ്ഥാനിൽ അതേമാതിരി തന്നെ മഹാഭൂരിപക്ഷം ഹിന്ദുക്കൾ കൊല ചെയ്യപ്പെട്ടു, കുറച്ച് മുസ്ലിമീങ്ങളും. നമ്മളെ അദ്വാനി ഉണ്ടല്ലോ, അദ്വാനിയുടെ കുടുംബത്തിൽ പലരും നഷ്ടപ്പെട്ടിട്ട് ജീവനും കൊണ്ട് ഓടി വന്ന ആളാണ് അദ്വാനി. അതാണ്. അപ്പോൾ അവിടുന്ന് വരുന്ന ആളുകൾ, അവിടുന്ന് ഇങ്ങോട്ട് വരുന്നതിന് ഇന്ത്യ ഗവൺമെൻറ് അവരെ സ്വീകരിച്ചു. പാകിസ്ഥാൻ ഗവൺമെൻറ് ഇവിടുന്ന് അങ്ങോട്ട് സ്വീകരിച്ചില്ല. ഒറ്റക്കെട്ടിന് കേൾക്കാൻ അയച്ചില്ല. ഈ കേരളത്തിൽ പോയോ? അതിൻ്റെ മുമ്പേ ഇന്ത്യ ഒന്നായിരിക്കുന്ന കാലത്ത് പോയവരുണ്ട്. അല്ലാതെ വിഭജനം കഴിഞ്ഞിട്ട് ഇല്ല, പോയില്ല. സത്താർ സെട്ട് പോയി അവിടെ പല രാജ്യത്തും അംബാസഡറായി, അതുപോലുള്ള നേതാക്കന്മാർ പോയത് കൂടാതെ ഇല്ല. അവിടുന്ന് ജീവനും കൊണ്ട് ഓടി വന്ന വടക്കേ ഇന്ത്യയിലുള്ള ആളുകൾ, ഇവരാണ് അച്ഛനെ കൊന്നത്, ഇവരാണ് പെങ്ങളെ കൊന്നത്, ഇവരാണ് കുട്ടിയെ കൊന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടാണ് പിന്നീട് നടന്നുള്ള വലിയ കലാപം അവിടെ സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്നല്ലോ. അതാണ്. ലീഗ് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഒന്ന് ക്ഷീണിച്ചു. ലീഗ് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ക്ഷീണിക്കല്ല, ഭയപ്പെട്ടു. എന്ത് സംഭവിക്കും എന്നുള്ളത് പറഞ്ഞില്ല. അവിടേക്ക് പോകാൻ പറ്റിയിട്ടില്ലല്ലോ നേതാക്കന്മാർക്ക്. അപ്പോൾ 48 ഒരു ഡിസ്ട്രിക്ട് ബോർഡ് ഇലക്ഷൻ അവിടെ നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ ലീഗ് മത്സരിച്ചതേ ഇല്ല. അത് ഭയപ്പെട്ട് മുസ്ലിം ജനസാമാന്യം നമുക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ എങ്ങനെയാണ് ഒരു പാതി സീറ്റ് നമ്മൾ കിട്ടിയത്? അത് 54 അത് ഡിസ്ട്രിക്ട് ബോർഡ്. ഡിസ്ട്രിക്ട് ബോർഡ് 54 പാതി സീറ്റ് കിട്ടി.
ഭാസ്കര പണിക്കർ പ്രസിഡൻ്റായത് 54 ഇത് 48 അതിൽ മത്സരിച്ചില്ല. ഇല്ല, ആ മത്സരിച്ചില്ല എന്ന് മാത്രമല്ല, ആ 48 ഡിസ്ട്രിക്ട് ബോർഡ് 3 പഞ്ചായത്തിലൊരു പോളിംഗ് ബൂത്താണ്, 3 പഞ്ചായത്തിനാകുള്ളത്. അപ്പോൾ ഞാനും രാമൻ നമ്പൂതിരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളും, നമ്മുടെ രാഷ്ട്രീയ ഗുരുവാണ്, ഞങ്ങൾ രണ്ടാളുമാണ് ഈ സ്ഥാനാർത്ഥിയുടെ ഏജൻറ്റ്. രാമൻ നമ്പൂരി കമ്മ്യൂണിസ്റ്റ്. കമ്മ്യൂണിസ്റ്റ്. ഞങ്ങൾ രണ്ടാൾ ഏജൻ്റാക്കി വെച്ചു. ഞങ്ങൾക്കൊന്നും വോട്ടില്ല. ആ കാലത്ത് വോട്ട് വളരെ കുറവാണ്. ഈ എന്താ സ്വത്തിനെ ആസ്വദിച്ച് ഇതുള്ള. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഒപ്പിട്ട് അത് അവിടെ ഇരുന്ന് വെഞ്ചിലിരുന്നു. മറ്റൊരു കോൺഗ്രസിൻ്റെ ആളുകളും വന്നു. നമ്മളെ അടിസ്ഥാന വർഗത്തെ നിർത്തിയത് ഒന്ന് മച്ചിങ്ങൽ കുഞ്ഞുമ്മു എന്ന് പറഞ്ഞാൽ ഈ അക്കാലത്ത് ഈ റോഡ് ക്ലീൻ ചെയ്യുന്ന ഒരു NMRൻ്റെ ഏർപ്പാടുണ്ടായിരുന്നു, അതിലുള്ളൊരു തൊഴിലാളിയാണ്. മറ്റൊന്ന് ആശാരി വേലു വെച്ചാൽ മരപ്പണി എടുക്കുന്ന ആൾ. അവർ രണ്ടാളുമാണ്, സഹക്കള രണ്ടാളും. ഞങ്ങൾ അവിടെ നിന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ശേഷയ്യർ അയാൾ വന്നു. അവരൊക്കെ പരിചയപ്പെട്ട് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങളാര്? ഞങ്ങൾ മച്ചുങ്ങൽ കുഞ്ഞമ്മൻ്റെ ആശാരി വേലുവിൻ്റെ പറഞ്ഞ് അതും കേട്ടിട്ട് അയാളാണ് പോയി. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാരൻ വന്നു. ഇതേമാതിരി ഒരു നാടകം അയാളും കളിച്ചു. ഇവരെ പരിചയപ്പെട്ട് ഞങ്ങളോട്, നിങ്ങളാരും? ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഏജൻ്റാണ്, എണീക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നിട്ടു. എണീക്കാനല്ല പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഈ 6 കജും പിടിച്ചുകൊണ്ട് ഞങ്ങൾ രണ്ടാളും എണീറ്റ് പോളിങ് 5 മണിക്ക് തന്നെ 5 മണിക്ക് അവസാനിക്കുന്നത്. 5 മണി വരെ പുറത്ത് നിന്നു ഞങ്ങൾ. അതാണ് 48 തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വോട്ടെണ്ണുന്ന ദിവസമാണ് പാർട്ടി നിരോധിച്ചപ്പോഴേക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥികൾ എല്ലായിടത്തും പിന്നെ സ്വല്പം 2000-3000 വ്യത്യാസത്തിലാണ് നമ്മൾ തോറ്റത്. പക്ഷെ അന്ന് 54 ഈ മലപ്പുറം പ്രദേശത്തൊക്കെ സീറ്റ് കിട്ടുന്നതിന് ഒരു മുസ്ലിം സാമാന്യത്തിൽ തന്നെ നമുക്ക് അനുകൂലമായൊരു മാറ്റം പറയുന്നുണ്ട്. 48 കാലം 48 അവസാനത്തിലോ 49 ആദ്യത്തിലോ പാർട്ടി നിരോധിക്കുന്നത്. ആ നിരോധനത്തിൻ്റെ കാലഘട്ടത്തിൽ പാർട്ടി ക്ഷീണിക്കുകയല്ല ചെയ്തത്. പക്ഷേ പ്രകടനമൊക്കെ രാത്രി ചുട്ടും കെട്ടിച്ച് പിന്നെ റോട്ടിൽ കൂടി നടക്കൽ, അതൊക്കെയാണ് അന്നത്തെ പാർട്ടി പരിപാടി. ഈ വാൾ പോസ്റ്റ് എഴുതിയിട്ട് രാത്രി എവിടെയെങ്കിലും കൊണ്ടേ വെക്കുക, അല്ല പരസ്യമായിട്ടൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. പിന്നെ അതാണ്. അപ്പോൾ അത് പിന്നെ അക്കാലത്ത് മർദ്ദനം അതുപോലുള്ള പിന്നെ പോലീസ് പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ സ്റ്റേഷനിലിട്ടിട്ടുള്ള അടിയും അതൊക്കെ ഉണ്ടെങ്കിലും അത് കണ്ടിട്ട് ഭയപ്പെട്ടു പോകുന്നൊരു സ്ഥിതി ആയിരുന്നില്ല പാർട്ടിക്ക്. അത് വരുമ്പോൾ അങ്ങനെ ഉണ്ടോ എന്നുള്ള മട്ടിൽ ആളുകൾ കുറച്ചുകൂടി സപ്പോർട്ട് കൂടുന്ന ഒരു സ്ഥിതിയായിരുന്നു. 48 കഴിഞ്ഞ് പിന്നെ 48 കുറേ തെറ്റായ ഇത് ഉണ്ടല്ലോ. അന്ന് ഈ കല്ലച്ചിലുള്ള ഇതാണ് സർക്കുലർ, അത് കൊണ്ടുപോയിട്ട് പാർട്ടി കമ്മിറ്റികൾക്ക് കൊടുക്കാൻ ഒരു ദിവസം എന്നെ മലപ്പുറത്ത് നിന്ന് സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് പിന്നെ ഏർപ്പാട് ചെയ്തു. ഞാനത് ആയിട്ട് വരുന്നപ്പോൾ അത് തുറന്നൊന്ന് വായിക്കണം എന്നുള്ള എൻ്റെ ആവേശം കൊണ്ട് ഞാനത് പൊട്ടിച്ചു. ശരി. അത് വായിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരാഴ്ചൻ്റെ ഉള്ളിൽ ഇന്ത്യ രാജ്യത്ത് വിപ്ലവം നടക്കും എന്നുള്ളതാണ് ആ ലേഖനത്തിൽ. അതാണ്. ഇപ്പോൾ ഈ സ്കൂള് ഈ വിദ്യാഭ്യാസം എങ്ങനെയാണ് മുടങ്ങിയത്? പിന്നെന്താ കോളേജൊന്നും പഠിക്കുന്നത്? അവന് കൊള്ളാമെന്നൊരു സമ്പത്തുള്ള കുടുംബമായിരുന്നല്ലോ. അത് ഇതേമാതിരി തന്നെയാണ്. അന്ന് സാധാരണ രീതിയിലുള്ള ഇതല്ല, ഒരു വല്ലാത്ത ആവേശം കയറി ഒരു പീറ പിടിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റായിട്ട് മാറി. അത് കാരണം ഈ പല പരിപാടികളിലും സ്കൂളിൽ പോക്കൊക്കെ ഒഴിവാക്കിയിട്ട് വീട്ടിൽ നിന്ന് പുസ്തകമായിട്ട് പോരും. വൈകുന്നേരമാകുമ്പോൾ അത് പുസ്തകമായിട്ട് വീട്ടിലേക്ക് തിരിച്ച് പോകാനുള്ള ഏർപ്പാടും ശരിയാവും. പക്ഷെ അതിൻ്റെ ഇടയിൽ അടുത്ത എവിടെയെങ്കിലും വല്ല മീറ്റിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോകും. അങ്ങനെ ഇത്. പരീക്ഷ 2 പ്രധാനപ്പെട്ട വിഷയത്തിന് പരീക്ഷയ്ക്ക് ഇരുന്നില്ല.
ഉറപ്പായി തോറ്റാൽ അതിൻ്റെ പ്രത്യാഘാതം ഉണ്ട്. കാരണം എന്നെ അതിൻ്റെ മുമ്പ് വീട്ടിൽ നിന്ന് പുറത്താക്കിയിരുന്നു, ജാതിയിൽ പോകണ്ട എന്നൊക്കെ വീട്ടിൽ നിന്ന് ഒക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ബാപ്പ ഒരു ലീഗിൻ്റെ ആളായിരുന്നില്ല അന്ന്. പിന്നീട് ഇപ്പോഴത്തെ മുജാഹിദ് വിഭാഗം ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരാശയക്കാരനായിരുന്നു ഇതിൽ. പക്ഷെ സമൂഹത്തിൻ്റെ സമ്മർദ്ദം വല്ലാതെ വന്നപ്പോൾ എന്നെ വിലക്കാൻ പലവട്ടം ശ്രമിച്ചു. അതൊക്കെ ലംഘിക്കപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ഒരു ദിവസം വൈകുന്നേരമല്ല, അവർ 7 മണിക്ക് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ പാപ്പണ്ട അവിടെ എന്നിട്ട് കിടക്കണ്ട പോവാറ്. അപ്പോൾ എനിക്കതിൽ യാതൊരു വിഷമം തോന്നിയില്ല. കാരണം സാധാരണഗതിയിൽ അവനവൻ്റെ വീട്ടിൽ കിടക്കാൻ സമ്മതിക്കാൻ ഞാനൊരു വികാരം ഉണ്ടാവുമല്ലോ, അത് എനിക്ക് തോന്നിയില്ല. പെങ്ങളെ മൂത്താപ്പൻ്റെ മകളെ വീടുണ്ട്, അതിൻ്റെ ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത്. അവിടെ പോയിട്ട് ഒരാഴ്ച നിന്നു. ഞാൻ പിന്നീട് അറിഞ്ഞതെന്താ വെച്ചാൽ അത് പറഞ്ഞിട്ടുള്ള വാപ്പ പൊട്ടിക്കരയാണ് ചെയ്തത് എന്ന്. അപ്പോൾ ഇത് സമൂഹത്തിൻ്റെ ഒരു സമ്മർദ്ദം കൊണ്ട് ഉണ്ടായതാണ്. ജാതി പോയി എന്നൊക്കെ പറഞ്ഞാൽ വലിയ ക്രിമിനൽ കുറ്റാണെന്ന് സമൂഹത്തിൽ. എന്നിട്ട് നാട് വിട്ടുപോയാ. അത് വന്നപ്പോൾ പരീക്ഷ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ റിസൾട്ട് എന്താണെന്നുള്ളത് കാലേക്കുട്ടി അറിയാലോ, പരീക്ഷയ്ക്ക് ഇരിക്കാത്തല്ലേ. അപ്പോൾ പരീക്ഷ എഴുതിയില്ല. 2-3 പ്രധാനപ്പെട്ട വിഷയത്തിന് പരീക്ഷയ്ക്ക് ഇരുന്നില്ല, അതാണ്. അപ്പോൾ വീട്ടിൽ ഉമ്മാൻ്റെ പണപ്പെട്ടി അതൊക്കെ എടുത്തിട്ട് രാജ്യം വിട്ടു. ഇതേമാതിരി നമുക്കൊരു സുഹൃത്തുണ്ട്, അവനും സഖാവ്. എത്ര രൂപ കട്ട്? 126 റുപ്യാണ്. വലിയ സംഖ്യയാണ്. ഈ 1/2 റുപ്യയും 1/4 റുപ്യയായിട്ട് ഉള്ള ഇത്. അത് കഴിഞ്ഞിട്ട് മലപ്പുറത്ത് വന്നു. മലപ്പുറത്ത് എവിടെ പോകണം എന്ത് ഒരു ലക്ഷ്യമില്ലല്ലോ. അപ്പം മഞ്ചേരിക്ക് ബസ് കയറി. മഞ്ചേരി പോയി ചായ എല്ലാം കുടിച്ചിരിക്കുമ്പോൾ എവിടേക്ക് പോകണമെന്ന് ഞങ്ങൾ തമ്മിലുള്ള ചർച്ച നടക്കുന്ന സമയത്ത് നിലമ്പൂർക്ക് ബസ് വന്നു. അതിൽ കയറി നിലമ്പൂർ ചെന്ന് പിന്നെ ഗൂഡല്ലൂർക്ക് പോയി. ഗൂഡല്ലൂരിൽ നിന്ന് രാത്രി മൈസൂർ പോയി. മൈസൂർ പോയിട്ട് അവിടെ താമസിച്ചു. അവിടെ തലശ്ശേരിക്കാരൻ ഒരു അബൂബക്കർ ഹാജി ഉണ്ട്, അയാളുടെ നല്ല ഹോട്ടൽ. 1 റുപ്യാണ് ഒരു ദിവസത്തെ റൂമിൻ്റെ വാടക, 2 ആൾക്കും. 8 ദിവസം അവിടെ നിന്നു. 7-ാമത്തെ ദിവസം ഈ മുതലാളിയും അതുപോലെ തന്നെ വേറൊരു പാൻറ്റൊക്കെ ഇട്ടിട്ടുള്ള ഒരാൾ, അയാളെ അറിയില്ല. ഞങ്ങൾ മലയാളത്തിൽ സംസാരിച്ച് കണ്ടാണ് ചെല്ലുന്നത്. അത് ഞങ്ങൾ അവരെ മുന്നിൽ കൂടിയാണ് റൂമിലേക്ക് പോകുമ്പോൾ കുട്ടികളെ അവിടെ നിൽക്കുന്നതാണ്. ഞങ്ങൾ മലയാളത്തിൽ സംസാരിക്കുന്ന അവർക്ക് കേൾക്കാതാണ്. അത് പറഞ്ഞതോടുകൂടി ബേജാറായി, കാരണം ഇയാൾക്ക് മലയാളം അറിയില്ലോ. അപ്പോൾ അയാൾ പിന്നെ വിസ്തരിച്ചു എവിടുന്നാണ് ഏതാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ അയാൾ വല്യപ്പാനെ അറിയും. അപ്പോൾ പറഞ്ഞു, ഞാൻ മറ്റന്നാൾ വെള്ളിയാഴ്ച നാട്ടിൽ പോകുന്നുണ്ട്, വീട്ടിൽ പോയിട്ട് വല്യപ്പാനെയൊക്കെ കണ്ടിട്ടൊക്കെ ശരിയാക്കാം, നിങ്ങൾ ഒരുങ്ങി അവിടെ നിൽക്കുന്ന പറഞ്ഞു. ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് അന്ന് രാത്രി വീണ്ടും മുങ്ങിക്കാണും. അന്ന് പിറ്റേന്ന് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. ഇയാൾ പറഞ്ഞിട്ടുള്ളതിൻ്റെ തലേ ദിവസം. അപ്പോൾ ടിക്കറ്റ് എവിടേക്കാണ് പോകേണ്ടത് രാജ്യത്തെ സംബന്ധിച്ചൊന്നും ഒരു വ്യക്തത ഇല്ലല്ലോ. അടുത്ത വലിയ പ്രധാനപ്പെട്ട സ്ഥലമാണ് ചോദിച്ചു. അപ്പോൾ അത് ബാംഗ്ലൂരാണ് എന്ന് പറഞ്ഞു. എന്നാൽ അവിടേക്ക് 2, അപ്പോൾ മലയാളിയാണ് ഇയാൾ, 2 ടിക്കറ്റ് വേണമെന്നാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ഇപ്പോൾ അവിടേക്ക് ടിക്കറ്റ് എടുക്കണ്ട, അവിടെ ഹിന്ദു മുസ്ലിം ലഹള നടക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് വേണമെന്ന്, അതിൻ്റെ അപ്പുറത്ത് ഏതാ ഹൈദരാബാദാണ്. അങ്ങനെ ഹൈദരാബാദ് പോയി ഇതേമാതിരി തന്നെ റൂം എടുത്ത് താമസിച്ച് 28 റുപ്യ ബാക്കിയായി 2 ആളെ കയ്യിലും കൂടി. അപ്പോൾ പേടിയായി, ഇനി എന്ത് ചെയ്യും, ഇത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ. അങ്ങനെ അവിടെ ഗോൾക്കൊണ്ടയും അതുപോലെ മറ്റേതും ചാർമിനാറും ഇവിടെ കണ്ട് കുറച്ച് ദിവസം താമസിച്ചല്ലേ. അപ്പോൾ ആരോ പറഞ്ഞു പോലീസിൽ ആളെടുക്കുന്നു.
അപ്പോൾ ഗോൾക്കൊണ്ടിയിലാണെന്ന് പറഞ്ഞ് ബസ് കയറി ഗോൾക്കൊണ്ടിയിൽ പോയി. അവിടെ ചെന്ന് ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ ഒരു പരിഹാസമാക്കി. അയാൾ പറഞ്ഞു 2 കൊല്ലം നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വരും, ഇപ്പം എടുക്കാറായിട്ടില്ല, 18 വയസ്സായിട്ടില്ല എന്ന്. ഓ, അതുകൊണ്ടാണ്. അല്ല, പിന്നെ അതിനുള്ള പോലീസിൻ്റെ തടിയും മണ്ണുമില്ല എന്ന് അത് കേസുണ്ട്. എന്നിട്ട് ഈ പട്ടാളത്തിൽ ചേർന്ന് കേട്ട് അത് കഴിഞ്ഞിട്ട് തിരിച്ച് നിരാശപ്പെട്ട് പോരുമ്പോൾ അതിൻ്റെ പിന്നെ ഇനി എന്ത് എന്നുള്ളത് ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ സംസാരിച്ച് പോരുകയാണ്. അപ്പോൾ ഞങ്ങളെ മുന്നിൽ കൂടി യാത്ര ചെയ്യുന്ന ഒരാളുണ്ട്. അയാൾ പഞ്ചാബി ഇതെല്ലാം ഇട്ടിട്ടുള്ള അയാളും കഷ്ടകാലത്തിൻ്റെ മലയാളത്തിൽ ഞങ്ങളോട് സംസാരിച്ചു. എന്താണിപ്പോൾ നിങ്ങൾ ഈ പിന്നെ പ്രാരാബ്ദമൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ അവിടെ ഹൈദരാബാദിനൊരു മലയാളം ബറ്റാലിയൻ ഉണ്ട്, അതിൻ്റെ മേജറായിരുന്നു, എന്നിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഞങ്ങളെ കഥ എല്ലാം പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു നാട്ടിലേക്ക് പോവുകയല്ല നല്ലതെന്ന് ചോദിച്ചു. അല്ല, നാട്ടിലേക്ക് ഇപ്പോൾ പോകുന്നു, കേസ് മുഴുവൻ ഇപ്പോൾ അയാളോട് പറയാൻ ഒക്കുന്നതല്ലേ. അപ്പോൾ പിന്നെ പോലീസിലെടുത്തില്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. പട്ടാളത്തിൽ ചേരുന്നുണ്ടോ എന്ന് ചോദിച്ചു. പട്ടാളം എന്ന് പറഞ്ഞാൽ വലിയ സാധനമായിട്ട് റെഡിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പോക്കറ്റിൽ നിന്ന് ഇതെടുത്തിട്ട് ഒരു കഷ്ണം ചീന്തി അതിൽ ഉറുദുവിൽ എഴുതിയിട്ട് ഇതവിടെ കൊണ്ടുപോയി കൊടുക്കുക. പോലീസിൽ എടുക്കുന്ന സ്ഥലമുണ്ടല്ലോ, അതിൻ്റെ അപ്പുറത്ത് പട്ടാളത്തിലെ ആളെടുക്കുന്നു. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഒരു ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാത്ത ആ ശത്രുതയിൽ നിൽക്കുകയാണ് ഇന്ത്യയും ഹൈദരാബാദും. അവിടെ ചെന്ന് ഇയാളെ ലെറ്റർ കണ്ടപ്പോൾ പിന്നെ ഞങ്ങളെ തടി മണ്ണൊന്നും നോക്കിയില്ല, പട്ടാളത്തിലെടുത്തു. ഈ കവാത്തൊക്കെ പഠിച്ചു? അതൊക്കെ പിന്നെ അല്ലേ പഠിച്ചത്. തോക്ക് അതൊക്കെ പഠിച്ചു. എന്നിട്ട് എവിടെയായിരുന്നു നിങ്ങളുടെ യൂണിറ്റ്? ഏത് ജില്ലയിലായിരുന്നു? ഹൈദരാബാദ്. അത് കഴിഞ്ഞ് ഗോൾക്കൊണ്ട, പിന്നെ ഇവിടെ പിന്നെ വാറങ്കൽ, കമ്മം, ഇവിടെ ഈ സ്ഥലങ്ങളിലായിരുന്നു. അപ്പോൾ നമ്മുടെ തെലുങ്കാന സമരം ആരംഭിച്ചു കഴിഞ്ഞിട്ടില്ലേ? തെലുങ്കാന സമരം നന്നായിട്ട് നടക്കുന്ന സമയത്താണ് ഞങ്ങൾ ഇതിൽ. പക്ഷേ ഹൈദരാബാദ് നിസാം കീഴടങ്ങിയതോടുകൂടി പിന്നെ അധികം നീണ്ടുപോയില്ല. പക്ഷേ ഹൈദരാബാദിൻ്റെ പട്ടാളം അത് അങ്ങനത്തെ ഇതാണ്, പോലീസും ഗവൺമെൻറ്റിൻ്റെ ഇത്. കൂടുതൽ അപകടം ഉണ്ടാക്കാതെ ഇരിക്കട്ടെ, ഇങ്ങോട്ട് വരാതിരിക്കട്ടെ എന്നുള്ളതേ ഉള്ളൂ ഹൈദരാബാദിന്. തെലുങ്കാനൊക്കെ പോയാലും ബാക്കി ഹൈദരാബാദ് അവിടെ ഉണ്ടല്ലോ. അപ്പോൾ നൈസാം കീഴടങ്ങിയപ്പോൾ പട്ടാളത്തേക്ക് പിരിച്ചു വിട്ടു. അപ്പോൾ നാട്ടിൽ പോയി ഇന്ത്യൻ ആർമി വന്നു. അപ്പോൾ ഈ ഹൈദരാബാദ് നൈസാമിൻ്റെ പട്ടാളത്തിലുണ്ടായിരുന്നപ്പോൾ പാർട്ടി വല്ലതും ബന്ധപ്പെടാൻ വല്ലതും ശ്രമിച്ചിരുന്നു? പാർട്ടി എന്നുവെച്ചാൽ പിന്നെ നമ്മളെ കോഡൂരിലുള്ള പാർട്ടി, കോഡൂരാണല്ലോ നമ്മളെ ജന്മസ്ഥലം. അപ്പോൾ ഞാൻ അന്ന് അനുഭാവി ഗ്രൂപ്പിലാണ്. കാൻഡിഡേറ്റ് മെമ്പർഷിപ്പിലേക്ക് എൻ്റെ പേര് നിർദ്ദേശിച്ചു. അപ്പോൾ പ്രായമായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തള്ളി. ആ തള്ളിയിട്ടുള്ള ഘട്ടത്തിലാണ് ഈ പോക്കുവരവൊക്കെ. അപ്പോൾ പാർട്ടിയായിട്ടുള്ള ബന്ധം വളരെ രഹസ്യമായിട്ടാണ്, കാരണം വീട്ടിലറിയാൻ പാടില്ല എന്നുള്ള മട്ടിൽ. പിന്നെ അവിടുത്തെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഹൈദരാബാദ്, ആ തെലുങ്കാന ഭാഗത്ത് വാറങ്കൽ, പിന്നെ കമ്മം, ആ പ്രദേശത്ത് ക്യാമ്പ് ചെയ്തിട്ടുണ്ട് ഒരു 1.5 മാസം 2 മാസം ഒക്കെ. ആ സമയത്താണ് അവിടെ വളരെ മൃഗീയമായിട്ടുള്ള ഇതൊക്കെ നടന്നിരുന്നത്. അത് ചെറുത്തുനിൽപ്പും അത്ര മോശമായിരുന്നില്ല, രണ്ടും ഉണ്ടായിരുന്നു. എന്നിട്ട് തിരിച്ചു വന്നു. അപ്പോൾ പാർട്ടി മെമ്പറായി? അല്ല, പാർട്ടി മെമ്പറാകുന്ന 51-ൽ പാർട്ടി നിരോധനം നീക്കിക്കഴിഞ്ഞ ശേഷമാണ്, 51-ലാണ് പാർട്ടി മെമ്പർഷിപ്പ്. എൻ്റെ ഒരു സംശയം, ഒരു 19-ാം നൂറ്റാണ്ട് മുതൽ ബ്രിട്ടീഷ് ഭരണം വന്നതിനെ തുടർന്ന് അവിടുത്തെ കൃഷിക്കാരുടെ ഒരുപാട് കലാപങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ ഈ കാലത്തെ ഭൂപരിഷ്കരണത്തിന് വേണ്ടിയുള്ള സമരങ്ങൾ കാര്യങ്ങളിലൊന്നും മലപ്പുറം അങ്ങ് പൊന്തി വന്നിട്ടില്ല. അതേസമയം അതിക്ക് മുമ്പ് അങ്ങനെയല്ല.
എന്താ ഇതിനൊരു അത് 921 എന്ന് പറഞ്ഞാൽ ആ ഒരു ഇട്ടാവട്ട സ്ഥലത്ത് മാത്രമല്ല അതിൻ്റെ പ്രത്യേകത ഉണ്ടായിരുന്നു. വലിയ പിന്നെ ആദ്യഘട്ടത്തിൽ ആ സമരം നേർവഴിക്ക് പോയെങ്കിലും ഒരു ഘട്ടം പിന്നിട്ടപ്പോൾ അത് സാമുദായികമായിട്ടുള്ള ഇതിലൊക്കെ മാറി. ഹിന്ദു മുസ്ലിം ലഹള വരെ ഭാഗികമായിട്ട് ചില സ്ഥലങ്ങളിൽ നടന്നു. അതിൻ്റെ നേതാക്കന്മാർ മുഴുവനും അറസ്റ്റ് ചെയ്യപ്പെട്ടതോടുകൂടി പിന്നെ നാഥനില്ലാത്തൊരു മട്ടിലേക്ക് പോയി. ഒരു വാഗൻ ട്രാജഡി എല്ലാം കഴിഞ്ഞപ്പോൾ അത് വളരെ ഫലപ്രദമായിട്ട് എതിരാളികൾ ഉപയോഗപ്പെടുത്തി അത് കലാപത്തിലേക്ക് നീക്കി. അതാണ് അതിൻ്റെ അവസാന ഘട്ടത്തിലുണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ അത് വളരെ ആവേശത്തോടു കൂടി ശരിയായ ദിശയിൽ പോയി എന്നുള്ളതാണ് പിന്നെ പലരും ആ കാലത്തുള്ള പങ്കാളികളായിട്ടുള്ള ആളുകളുടെ അഭിപ്രായം. പാളിസാബ് പറയുന്നത് 21 അടിച്ചമർത്തലിന് ശേഷം പിന്നീട് അതുപോലൊരു രാഷ്ട്രീയ ഇടപെടലിലേക്ക് വന്നിട്ടില്ല. കൂടുതൽ മുസ്ലിങ്ങൾ സമുദായത്തിലേക്ക് അങ്ങ് ചുരുങ്ങി. അത് ഈ ബ്രിട്ടീഷ് അതിൻ്റെ മുമ്പ് തന്നെ മുസ്ലിം പ്രമാണിമാർ മുഴുവനും പിന്നെ ഖാൻ ബഹദൂറും ഖാൻ സാഹിബുമായിട്ട് ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻറ്റുകളായിട്ടാണ് അവരൊക്കെ ആ കാലത്തുണ്ടായിരുന്നത് പ്രമാണിമാർ. ഈ 921 വന്നതോട് കൂടിയിട്ട് സാധാരണ മുസ്ലിമീങ്ങളും പിന്നെ ഒരു ബ്രിട്ടീഷ് അനുകൂലികളായിട്ട് മാറി. അത് നല്ല പ്രചരണം ആ കാലത്ത് ഉണ്ടായിരുന്നല്ലോ. ഇവരെ മുഴുവനും കലാപകാരികളാക്കിയിട്ട് ചിത്രീകരിക്കുന്നതിലും പിന്നെ വലിയ ഒരു പിന്നെ അതിൻ്റെ ഫലവും ഇതിന് പ്രതികൂലമായിട്ട് നിന്നു. അതാണ് അത് പിന്നീട് മുസ്ലിമീങ്ങൾ ഒരു ഗവൺമെൻറ് വിരുദ്ധ പ്രക്ഷോഭത്തിന് വളരെ കൊല്ലങ്ങളോളം രംഗത്ത് വന്നിട്ടില്ല. അവർ പിന്നീട് വരുന്നത് നമ്മളുടെ പാർട്ടി രൂപപ്പെട്ടു വന്നതിൻ്റെ ശേഷമുള്ള പ്രക്ഷോഭ സമരങ്ങളിൽ കൂടിയാണ് പിന്നീട് വരുന്നത്. അതിൻ്റെ മുമ്പില്ല. ആ 952 കാലത്ത് ഈ 921 സമരത്തെ തള്ളിപ്പറഞ്ഞ ആളുകളാണ് ലീഗർ. വളരെ മോശപ്പെട്ട രീതിയിൽ അക്രമികളാണ്, മുസ്ലിമീങ്ങളെ ഒറ്റുകൊടുത്തവരാണ് എന്നുള്ളതാണ് ഈ കുഞ്ഞഹമ്മദ് ഹാജിയെ സംബന്ധിച്ചൊക്കെ പറഞ്ഞിരുന്നത്.